പാർവതി ദേവിയുടെ നട്ടത്തുറപ്പ് മഹോത്സവത്തിനാണ് നമ്മളിപ്പോ പോണത് കേട്ടോ. അവിടെ ഭഗവാൻ ശിവനും കൂടെയാണ്, ശിവപാർവതി ക്ഷേത്രമാണ്. വർഷത്തില് 12 ദിവസം മാത്രമാണ് ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുക. അറിയാലോ? ആദ്യമായിട്ട് പോണവരുണ്ടോ? ആരാ? ഈ ആൾക്കാരൊക്കെ വെരി ഗുഡ്. കുളത്തുപറമ്പെന്നാണ് കൂടുതൽ ആൾക്കാരല്ലേ? കുളത്തുപറമ്പ് വെരി ഗുഡ്. രാജേട്ടൻ ടീം, തങ്കമണി ചേച്ചി ടീം, സുബ്രഹ്മണ്യേട്ടൻ ടീം ഒക്കെയാണ്. വെരി ഗുഡ്, ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരും ഹാപ്പിയാണോ? ഇത് ഹാപ്പി ഇല്ല, ചായ ഇട്ടിയാ ഹാപ്പി ആവും ഇല്ലേ? ഹാപ്പി ആവണം കേട്ടോ. യാത്ര ചെയ്യുമ്പോ ഹാപ്പി ആവണം. നമ്മളെ മനസ്സ് വീട്ടിലിരിക്കരുത്. നമ്മൾ പുറത്തേക്ക് പോകുന്നില്ലേ? ഇനി വീട്ടിലേക്ക് മൈൻഡ് പോയാല് നിങ്ങളുടെ 850 റുപ്യ പോയി, ഈ സമയം വേസ്റ്റ് ആവും. അങ്ങനെയാണ് നമ്മൾ പോണത് ഒരു ലക്ഷ്യത്തിലേക്കാണ് അല്ലേ? നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ശ്രീ പാർവതി ദേവിനെ കാണാൻ പോണത് എന്തിനാ? പല ആവശ്യങ്ങളും, പലർക്കും പല തരത്തിലുള്ള കാര്യങ്ങൾ അമ്മയോട് പറയാൻ, അതിന് വേണ്ടിയിട്ടാ പോകുന്നത്. അപ്പൊ അത് പറയണം, പറയുന്ന വേണം. അപ്പൊ എപ്പോഴും നമ്മുടെ മനസ്സിൽ അവിടെ എത്തുന്നത് വരെ അമ്മയെ കുറിച്ചുള്ള ജപങ്ങളായിരിക്കണം മനസ്സിലുള്ളത്. പുറത്തേക്കും ജപിച്ചോളൂ, കുഴപ്പമില്ല, നല്ലതാണ്. അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ കാര്യം, ഉദ്ദിഷ്ട കാര്യം എന്താ വെച്ചാൽ അത് പറയുക, ഉദ്ദിഷ്ട കാര്യം നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിലായിരിക്കണം പോക്ക്. വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പോയി ഇങ്ങോട്ട് വന്നു അങ്ങനെ ആവരുത് കേട്ടോ. ഇതൊക്കെ കുറെ കണ്ടു, അങ്ങനെ ആവരുത്. അപ്പൊ അവിടെ ചെല്ലുമ്പോ പ്രധാനമായിട്ട് മംഗല്യവരദായിനിയായ അമ്മ, മംഗല്യം എന്ന് പറഞ്ഞ കല്യാണം അല്ലെ, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ശരിക്കും അമ്മയാണെന്നാ പറയാ. അമ്മയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ, ചില മക്കൾക്കൊക്കെ, ആണുങ്ങൾക്ക് പെൺകുട്ടികളെ കിട്ടാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അമ്മ കല്യാണം കഴിച്ചു തരുമെന്ന് വെച്ചാൽ വീട്ടിൽ വന്നതൊന്നും അമ്മ ചെയ്യില്ല. പക്ഷെ അമ്മയോട് നമുക്ക് പറയാം, നമ്മുടെ സങ്കടം ഉണർത്തിക്കാം. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. മാതഃ സമസ്ത ജഗതാം മധുകൈടഭാരേ വക്ഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തേ ശ്രീസ്വാമി നിശ്രിത ജനപ്രിയദാനശീലേ ശ്രീവേങ്കടേശ ദയിതേ തവ സുപ്രഭാതം. മാതഃ സമസ്ത ജഗതാം മധുകൈടഭാരേ വക്ഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തേ ശ്രീസ്വാമി നിശ്രിത ജനപ്രിയദാനശീലേ ശ്രീവേങ്കടേശ ദയിതേ തവ സുപ്രഭാതം. തവ സുപ്രഭാതമരവിന്ദലോചനെ ഭവതു പ്രസന്നമുഖചന്ദ്രമണ്ഡലേ വിധിശങ്കരേന്ദ്രവനിതാഭിരർച്ചിതേ വൃഷശൈലനാഥദയിതേ ദയാനിധേ. അത്ര്യാദിസപ്തഋഷയः സമുപാസ്യ സന്ധ്യാम् ആകാശസിന്ധുകമലാനി മനോഹരാണി ആദായ പാദയുഗമർച്ചയിതും പ്രപന്നാः ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം. പഞ്ചാനനാബ്ജ ഭവ ഷണ്മുഖവാസവാദ്യാः ത്രൈവിക്രമാദിചരിതം വിബുധാസ്തുവന്തി ഭാഷാപതിഃ പഠതി വാസരശുദ്ധിമാരാत् ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം. ഈഷത് പ്രഫുല്ല സരസീരുഹനാരികേല പൂഗദ്രുമാദി സുമനോഹര പാലികാനാം ആവാതി മന്ദമനിലഃ സഹ ദിവ്യഗന്ധൈഃ ശേഷാദ്രിശേഖര വിഭോ തവ സുപ്രഭാതം. ഉന്മീല്യ നേത്രയുഗമുത്തമ പഞ്ചരസ്ഥാഃ പാത്രാവശിഷ്ട കദളീഫലപായസാനി ഭുക്ത്വാ സലീലമഥകേലിഷുകാഃ പഠന്തി ശേഷാദ്രിശേ. പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു.
കാതരമിഴി നീ കാണാ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. ഓ കണ്ണാ നീ എന്നും കവർന്നെന്നോ തൂവെണ്ണ നീയേ ഞങ്ങൾ തൻ നവനീതം പൊന്നുണ്ണി ശ്രീചന്ദനം നേർത്ത നീലാഞ്ജനം നിന്റെ ചെറുനിരകളിൽ ഇളകിടും ഒരു ചെറുനീർമണിയായെങ്കിൽ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുപോ. ആരും കാണാതെ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനുമനുരാഗിയാമമ്പലത്താവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനുമനുരാഗിയാമമ്പലത്താവേ. വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന മൗനങ്ങളാൽ കീർത്തനം എല്ലാം അറിയും നീ ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനുമനുരാഗിയാമമ്പലത്താവേ.
അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയായി. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയായി. തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂകുന്നു, സുരവൃന്ദം പുഷ്പവൃഷ്ടി നടത്തുന്നു. അമ്മ തന്നടയിൽ നിന്നുയർന്ന സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി. സങ്കടങ്ങൾ അവയൊക്കെയും മറന്നിൻ മനസ്സിനിതു പുണ്യമായി. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയായി. കുമാരനായി പണ്ടു പണി തീർന്ന മന്ദിരം കുമാരനല്ല ഒരു ശ്രീദേവി കോവിലായി. കുമാരനായി പണ്ടു പണി തീർന്ന മന്ദിരം കുമാരനല്ല ഒരു ശ്രീദേവി കോവിലായി. മഞ്ഞളാടും ദിവ്യ മുഹൂർത്തത്തിൽ കാണുന്നു തെളിവാർന്ന തേജസ്സായി ലളിതാംബികേ. അമ്മ തന്നടയിൽ നിന്നുയർന്ന സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി. സങ്കടങ്ങൾ അവയൊക്കെയും മറന്നിൻ മനസ്സിനിതു പുണ്യമായി. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയായി. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയായി.
ഞാനോ രാവോ ഇരുളു നീന്തി വന്നു ആരും കാണാതകലെ കാത്തു നിന്നു ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ കണ്ണനെ കരിമുകിലംബരനെ മധുരാമൃത മുരളീരവ മഴയുളേ അണയുളേ കണ്ണനെ കരിമുകിലംബരനെ മധുരാമൃത മുരളീധര നീലാംബുജ നയനനെ ഞാനോ രാവോ ഇരുളു നീന്തി വന്നു ആരും കാണാതകലെ കാത്തു നിന്നു ഇത്